എന്തുകൊണ്ടാണ് PM-ശ്രീ പദ്ധതിയോട് ഇത്ര വലിയ എതിർപ്പ് CPI, RJD ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? അത് വിശദമായി പരിശോധിക്കാം. ഹരികൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM-ശ്രീ. 2023-2027 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഇതിനൊപ്പം PM-ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പുണ്ടായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ് ഇതുവരെ CPM-ഉം CPI-യും ഒക്കെ നിലപാടെടുത്തിരുന്നത്. ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം NCERT-യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇതിനു പുറമെ സ്കൂളിൻ്റെ ഘടനയിലും മാറ്റമുണ്ടാകും. കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം, 5+3, 3+4 എന്ന രീതിയാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്നു പോകില്ല.